നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ, അത്താഴം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നല്ല കാര്യങ്ങളൊന്നും പറയരുതെന്നാ പണ്ടുള്ളവര് പറയുന്നേ. അത്താഴം കഴിഞ്ഞില്ലല്ലോ, നമ്മൾ കഴിക്കുന്നല്ലേ ഉള്ളൂ. ശരത്തേട്ടൻ പറയ്. അത് ഞാൻ ഇന്നൊരു വീട് പോയി കണ്ടു. അതെന്തായാലും നന്നായി. എവിടെയാ മോനെ? ടൗണിൽ തന്നെ അമ്മേ. എന്നാലും ഇവിടെ ഇത്രയും വലിയൊരു വീടുള്ളപ്പോ ശരത്തുമോൻ വാടകയ്ക്ക് പോയി താമസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വാടകയ്ക്കല്ല മുത്തശ്ശി, ഏ സ്വന്തമായി വീടെന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം ഓരോരോ ബന്ധുവീട്ടിലായി മാറി മാറി കഴിഞ്ഞത് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടും അവഗണനകൾ സഹിച്ചാണ്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം താമസിച്ചപ്പോൾ എനിക്കൊരു വീടുണ്ടെന്നും ബന്ധുക്കളുണ്ടെന്നും തോന്നി തുടങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം അച്ഛൻ വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്ക് തകർന്നു പോയി അച്ഛ. അത് പിന്നെ മോനെ, നാട്ടുകാരോരോന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ എനിക്കൊരു വീട് വാങ്ങണം എന്നൊരു വാശിയുണ്ടായത്. അതെന്തായാലും നന്നായി മോനെ. കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരയുണ്ടെങ്കിലേ ആരെയും പേടിക്കാതെ കിടന്ന് ഉറങ്ങാവില്ല. രജിസ്ട്രേഷൻ എന്നത്തേക്കാ മോനെ? അത് പിന്നെ കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. അത് അറേഞ്ച് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ഇവിടുന്ന് അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു. കടമായിട്ട് മതി, 1 വർഷത്തിനകം തിരിച്ചു തരാം. അത് മോനെ, ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ മോനെ അറിയാവുന്നതല്ലേ. കയ്യിലുണ്ടായിരുന്ന സുധിയുടെ ചികിത്സയ്ക്ക് ചെലവ്, പിന്നെയുള്ളത് ഈ വീടും പറമ്പും. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ വീട്. സഹായിക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ ഞാൻ നിർബന്ധിക്കില്ല. ആഗ്രഹിക്കുന്നതൊക്കെ കപ്പിന് ചുണ്ടിലിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് എൻ്റെ വിധിയാണ്. എന്താ ഇത്രമാത്രം ചിന്തിക്കുന്നത്? നമ്മുടെ നിത്യമോൾക്ക് വേണ്ടിയല്ലേ അവൻ പറഞ്ഞത്, അതും ഒരു വീടിന്റെ കാര്യം. പൈസ എടാ, അവൻ എവിടെ പൈസ മുടക്കിയാലും നമ്മുടെ കൊച്ചിന്റെ പേരിലല്ലേ കൊടുക്കണം. അമ്മ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ഞാൻ നോക്കട്ടെ. അച്ഛാ, എനിക്ക് വേണ്ടി ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ. എന്താ ശരത്തേട്ടാ? വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? അല്ല, നിന്റെ അച്ഛനോട് സഹായം ചോദിക്കണ്ടായിരുന്നു. ഇത്രയും നേരം ഞാൻ ചിന്തിച്ചതാ. സത്യം പറഞ്ഞ ആകെപ്പാടെ ഒരു അവത്തം പണഞ്ഞ അവസ്ഥ. ശരത്തേട്ടൻ ഇത്രമാത്രം അസ്വസ്ഥനാവൻ എന്താ ഉണ്ടായേ? ശരത്തേട്ടൻ എന്റെ അച്ഛനോട് ഒരു സഹായം ആവശ്യപ്പെട്ടു, അത് നമ്മുടെ കാര്യത്തിന്. അതിനിപ്പോ എന്താ? എന്നാലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ അതെന്താ, നമ്മുടെ കല്യാണം നടക്കത്തില്ലേ? കുനിഷ്ട പറയുന്നു കുരിപ്പേ. ഞാൻ ഏത് ലോകത്തേക്ക് പോയാലും, അതിപ്പോ ചന്ദ്രനിലേക്കായാലും ചൊവ്വയിലേക്കാണെങ്കിലും നിന്നെ കൊണ്ടേ പോകൂ. ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാൻ എന്റെ ശരത്തേട്ടന്റെ കൈയും പിടിച്ച് ഒപ്പം ഉണ്ടാവും. അല്ല നിത്യ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സഹായം ചോദിച്ചപ്പോ അച്ഛന്റെ മുഖത്തൊരു വിഷമം പോലെ.
അതിപ്പോ നിന്ന നിപ്പില് പണം എവിടുന്ന് സംഘടിപ്പിക്കുന്ന ഓർത്തിട്ടാവും. അല്ലാതെ ഓ, അല്ലാതെ ഭാവി വരുമ്പോൾ ഒരു ഇത്തിൽ കണ്ണിയാവുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കൂ? അല്ലായിരിക്കും അല്ലേ? ഒന്ന് പോ ശരത്തേട്ടാ, ചുമ്മാ കിഴക്കോട്ട് പോവല്ലേ, പനി പിടിക്കും. ഓ, വഴി കാട്ടാനേ കാണും. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. നീ അച്ഛനോട് കാര്യമായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ നമുക്കത് ഒരു ഓഫർ പ്രൈസിൽ ബുക്ക് ചെയ്യാം. ഞാൻ പിന്നെ പറയാതിരിക്കോ ശരത്തേട്ടാ, അച്ഛന്റെ ഒരേ ഒരു മകളല്ലേ ഞാൻ. എന്റെ കാര്യത്തില് അച്ഛൻ ഒരു അലംഭാവവും കാണിക്കില്ല. അത്രയ്ക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ശരത്തേട്ടനെ അച്ഛൻ വീട്ടിൽ താമസിപ്പിച്ചത്. പിന്നെ നീ മുത്തശ്ശിയോടൊന്ന് പറയണം. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. മുത്തശ്ശിക്ക് എന്നെക്കാളും പ്രിയം ശരത്തേട്ടനോടാണല്ലോ. ഇപ്പോഴേ റെക്കമെൻഡേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ശരത്തേട്ടൻ പോയി നമ്മുടെ വില്ലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യ. അതെ, വില്ല മാത്രം സ്വപ്നം കണ്ടാ മതിയോ? അവിടെ താമസിക്കുന്ന നമ്മളെ കാണണ്ടേ? വില്ലയുടെ മുറ്റത്തൂടി കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ. ശരത്തേട്ടാ, എന്തായാലും എനിക്ക് സന്തോഷമായി ശരത്തേട്ടാ. ഇത്രയും പെട്ടെന്ന് ശരത്തേട്ടൻ വീട് വാങ്ങുന്നൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ. നീ എന്നെ പറ്റി എന്താ കരുതിയത്? നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഒരു ഗതിയില്ലാണ്ടാണെന്നോ? അയ്യോ, ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നിന്നോടുള്ള ഇഷ്ടം, നീ എപ്പോഴും കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ടാ ഞാൻ അവിടെ വന്ന് താമസിക്കുന്നത്. എനിക്കത് അറിയാം ശരത്തേട്ടാ. ആ പിന്നെ മറക്കണ്ട, നിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പൂടെ മനസ്സിൽ കണ്ടോണ്ടാ ഞാനിതെല്ലാം മൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ സഹായിക്കും. എനിക്ക് അവകാശപ്പെട്ടതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അത് ശരിയാ. ആ, ഞാൻ ഈ വില്ല മേടിക്കാൻ പോകുന്നത് ആരുടെ പേരിലാണെന്നറിയാം? എന്റെ പെണ്ണിന്റെ പേര്. ദേവി കേട്ടെത്തി. എന്താ ഞാൻ ഇവിടുത്തെ അഭയാർത്ഥി ജീവിതം അങ്ങ് നിർത്താൻ പോകും. നല്ലത്? ഞാൻ ഇവിടെ വന്ന് ഈ രോഹിംഗ്യൻ അഭയാർത്ഥിയെ പോലെ പൗരത്വത്തിന് അപേക്ഷ അടക്കേണ്ട കാര്യമില്ലെന്ന്. വളരെ വളരെ നല്ലത്. ഈ ആത്മാഭിമാനവും ആത്മപരിശോധനയും എപ്പോ വന്നാലും അത് നല്ലത്. സ്വന്തമായ ഒരു വീട് ഏതൊരാളുടെ സ്വപ്നമാണല്ലോ. പക്ഷേ ദേവികെ, എടി ഏട്ടത്തി, ആ വീട്ടില് നിനക്കൊരു മുറി ഉണ്ടായിരിക്കും, നമുക്ക് ജീവിക്കാൻ. ആ, ഇങ്ങനെ തിളക്കല്ലേ, ചോര തിളച്ച് തൂവും. അക്ഷര, അടുത്ത ദിവസം തന്നെ ഞാനൊന്ന് അമ്മയെ കാണാൻ പോകുന്നു. കണ്ടോളൂ, അതിന് ഞാനെന്ത് വേണം? ഒരാഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കാം, നീ കൂടി ഒന്ന് വരുന്നില്ലേ? ഞാനോ? ഞാൻ എന്തിനാ നിങ്ങളുടെ അമ്മയെ കാണാൻ വരുന്നേ?